ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും ഒരുപാട് കാലത്തിന് ശേഷം ബാംഗ്ലൂരിൽ ട്രിപ്പ് പോയവരും മംഗലാപുരത്ത് വെറുതെ പോയവരൊക്കെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്തിനെന്നില്ലാതെ പല സ്ഥലങ്ങളിലേക്കും ഒറ്റയ്ക്ക് യാത്ര പോയ ഒരു മറ്റു യുവാക്കൾ ഇന്ന് തിരിച്ചെത്തിയ ദിവസമാണ് ഈ ഒരു ദിവസം. മജ്നൂന്റെ സുന്ദരി ലൈല നമ്മുടെ കൊച്ചി ലൈല കണ്ടിൽ വന്നിലെങ്കി കൈസത് കണ്ട് മയങ്കി കാറിന്റെ സൈഡിൽ നിന്ന് തെങ്കി മെല്ലെ പിടിച്ചാളെ അവളെ പിടിച്ച് കീറണ്ടോളെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ അയലോക്കാരുണ്ടോ, നമ്മളെ അയലോക്കത്തേക്ക് വരുന്ന വന്നോലാണ്. അപ്പം എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിച്ചോളെ വിളിച്ചാണ്ട് എല്ലാവർക്കും 4 ദിവസം മുട്ടായി കൊടുത്തിട്ടോ. എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? പൊട്ടിക്കല്ല് സ്വദേശികളാണ്. വലിയ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? ഇനി +1 അപ്പം ഇവരിന്ന് വന്നാണ്ടോ അവർക്ക് ഓരോ മുട്ടായി കൊടുത്ത് ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കണേ. പിന്നെ മുട്ടായും ഒന്നും ആവശ്യമില്ലാത്ത കുറച്ച് മുട്ടായി കേസുകൾ നമ്മളെ കൂടെ ഉണ്ട്. അർഷി, എന്താണ് ഇത് പതപ്പിച്ചിങ്ങനെ വിടുന്നത്? എന്താണ് പരിപാടി? ഹലോ, ചെക്കിങ് ആണെന്ന് വിചാരിക്കണു. കട്ടയുണ്ട കുറച്ച് വെള്ളം കുറച്ച് ഫോമും. അപ്പോൾ ഇവിടെ ക്രിക്കറ്റ് പ്രാക്ടീസ് ഉണ്ട് കേട്ടോ. ഇന്ന് രാത്രി നമുക്കിവിടെ ഗെയിം ഡേ ആണ്. അപ്പൊ നമ്മളെ ബോസ് കൊടുത്ത് ആ ചക്ക വേഗം കൊണ്ടോട്ടോ. അർഷു ചക്ക ആർക്കും കൊടുക്കരുത്, പുറത്താർക്കും കൊടുക്കരുത്. ഇവിടെ പിടിച്ചിരുത്താൻ ഇവിടെ ഫുള്ള് ഇപ്പൊ പോർച്ചിക്ക് ഇറങ്ങിയാൽ ഈ റൂമിക്കൊക്കെ ഫുള്ള് ചക്കന്റെ സ്മെല്ല്. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോണെന്ന് വെച്ചാല് എല്ലാവരും കൂടിയ സ്ഥിതിക്ക് പണ്ടൊക്കെ നമ്മള് തറവാട്ട് പരിയിൽ ഒരു 10 ആൾ കൂടിയാൽ എന്താ വെച്ചും കോഴിക്കൂട്ടിലുള്ള നാരളത്തിന് എന്താക്കും, സൈസ് ആക്കും. അപ്പൊ അർച്ചു കൊണ്ടുപോവാ. അപ്പൊ കോഴിക്കോട്ടിലുള്ള നാരളത്തിന്റെ സൈസ് ആക്കലാണ് പണ്ട് മുതലേ ആ ഒരു കൾച്ചർ കേട്ടോ. അർഷുവിന്റെ അവിടേക്ക് എങ്ങനെയാണ്? തന്നെ കാനഡയിലോ ഇല്ല, നാടൻ കോയില്ലല്ലോ. നാടൻ കോഴി പോയിട്ട് അറുത്തുകാണ്ട് കോയിനെ പിടിച്ച പരിപാടി തന്നെ ഇല്ല. ഒക്കെ ഐസാക്കിയ കോഴി, ഒരു ബൂട്ട കോഴി 10 ദിവസമൊക്കെ ഇല്ലാത്ത ഞാനൊക്കെ മനരി കോയാല് കോയിനെ നമ്മളെ പിടിച്ചോ പിന്നാലെ കൂടിയിട്ട് ഇവനെ വലിയ നിർത്തി, ഇവനെ പേടിച്ചാണ്ട് കോയിനുണ്ടാക്കി നിർത്തി. ഇത് ഡെയിലി വന്നിട്ട് കോഴിക്കോല് വിളിച്ചു. അങ്ങനെ ചങ്ങായി തിന്നാനായിട്ട് ഒരു തിന്നാവൂ. തറവാട് പേരിക്ക് നാടൻ കോഴി തിന്നാൻ വേണ്ടിട്ട് എന്നും ഇരുന്നു പോവാ. അവസാനം വലിയ എന്ത് ചെയ്തു, തറവാട്ട് പേരില് നാടൻ കോയിനെ വളർത്തി നിർത്തി ബ്രോയിലർ കോഴിക്ക് മാറി. അങ്ങനെയാണ് നമ്മൾ ഈ സംസ്കാരമൊക്കെ ബ്രോയിലർ കോഴിക്ക് മാറിയത് കേട്ടോ. ഈ വല്യമ്മമാരൊക്കെ ഇങ്ങനെ പേരക്കുട്ടികളെ മനസ്സിലാക്കി തുടങ്ങിയ കാലഘട്ടം മുതലാണ് ബ്രോയിലർ കോഴി നമ്മുടെ നാട്ടിൽ വളരാൻ തുടങ്ങി. അല്ലേ അർഷോ? കാർക്ക അർഷു തനിക്ക് അവകാശപ്പെട്ട ചക്ക കൊണ്ടുപോകുന്നു. സൽമാനെ കണ്ടല്ലോ ഫുൾ ടൈം. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു മൂഡ് മാറി. ഫുൾ ടൈം ഫോണുമ്മ കളിച്ചിരിക്കുക, ആർക്കൊക്കെയോ മെസ്സേജ് അയക്കുക, എന്നിട്ട് ഓലെ റിപ്ലൈ വരുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഒരു മൂഡായി. വ്ളോഗ് എന്നൊക്കെ മാറിയിരുന്നു. അതായത് ആക്റ്റീവ് മെമ്പർ എന്ന് മാറി. ഇനി ഇവിടെ ഒരു ആക്റ്റീവ് മെമ്പർ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വന്നിട്ട് ആക്റ്റീവ് ആണെന്ന് സ്വയം തോന്നിപ്പിച്ചുകൊണ്ട് ഒരാഴ്ച ബാംഗ്ലൂരിൽ. ഇനി എന്താ പരിപാടി എന്നറിയില്ല. ബാംഗ്ലൂരിൽ എന്തോ പ്രാക്ടീസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇപ്പൊ അറക്കൂട്ടോ. അപ്പൊ എന്റെ കുട്ടികളൊക്കെ നാടൻ കോഴി അറക്കണ കാണിച്ചാൽ പറഞ്ഞേ പറ്റിച്ചാടെ നിർത്തിയേക്കാണ്. ഇപ്പൊ അറക്കൂട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ വ്ളോഗിന്റെ ഏരിയാവാൻ പോകുന്ന നാടൻ കോഴികളാണ് ഈ കാണുന്നത്. 2 പൂവനും ഒരു പേടയും. പെടന്നെ പേട എടാ, കറുപ്പ് പേടയല്ല, ഇതും പൂവനാ. പൂവണ്ടില്ലേ കോഴി അവസാനമായിട്ട് എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? അവസാനമായിട്ട് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു? വ്ളോഗ് ഇടണമെന്നോ? എന്താണ്? അപ്പൊ കോഴി പറഞ്ഞെന്ന് വെച്ചാല് ഇപ്പൊ വ്ളോഗൊക്കെ കാണല് കുറവാണ്. വ്ളോഗ് ഇട് എന്താണ് പറഞ്ഞത്? വ്ളോഗ് ഇട് എന്താണ്? എല്ലാ സബ്സ്ക്രൈബേഴ്സിന്റെയും പോലെ കോഴികൾക്കും അതാണ് പറയാനുള്ളതെന്ന് തോന്നുന്നു. പട്ടികൾക്ക് എന്താണ് പറയാനുള്ളത്? ഓയ് അരെ ലല്ലട്ടാവോ. അപ്പോൾ ടോബിയും ബ്രോസും എല്ലാവർക്കും ഒരുപോലെ പറയാനുള്ളത് വ്ളോഗ് ഇട് എന്നാണ്. അപ്പോൾ ഇന്ന് സൈസ് ആവാൻ പോകുന്ന, കത്തിക്കിര ആവാൻ പോകുന്ന 3 മക്കളാണ് ഈ നിൽക്കുന്നത്.
ഒന്ന് ചിന്നുകോയി, ഒന്ന് ചെമ്പൻ കോയി, ഒന്ന് വിട്ടുകോയി. പലതരം കോഴികളാണ് കൂട്ടിലുള്ളത് കേട്ടോ. കോഴിക്ക് മനസ്സിലായി 4 ദിവസം വരാതെ. അപ്പൊ നാടൻ കോഴിയും ബ്രോയിലർ കോഴിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നിയാലിത് പറഞ്ഞ നിയാലും നിയാലിക്കും ഉള്ള വ്യത്യാസം അതൊരു വ്യത്യാസമല്ല. ശരിക്കും പറയും വാലുണ്ടാവില്ല. എന്ത് ബ്രോയിലർ കോഴിക്ക് ഉണ്ടാവും, ബ്രോയിലറിന് വാലുണ്ടാവും. ബ്രോയിലറിന് മൂടി എത്തി വരിക. അറിയില്ല പറഞ്ഞണ്ടാ. ബ്രോയിലർ കോഴി പറഞ്ഞാല് മുട്ടടാനായോ? അർഷു പറഞ്ഞ ബ്രോയിലർ കോഴിന്റെയും ഇതിന്റെയും മാറ്റങ്ങൾ പറഞ്ഞ. ഇത് നാടൻ കോഴി എന്താ അറിയോ, തിന്നാൻ വലിയ നേക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ തടിക്കല്ല നല്ല. ഞാൻ പായമക്കാര് പറയണേക്കാ ചിന്നലും മിഞ്ഞാന്നൊക്കെ നാടൻ കോഴിനെ ഞാൻ പെണ്ണുങ്ങളെ അറിയില്ലേ. പ്രത്യേക ഫുഡ് ഉണ്ടല്ലോ. ഇന്റെ അമ്മായിമാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്റെ അമ്മായിമ മറ്റേ പഞ്ച് സ്റ്റൈലാണ്. 2025 എത്തിയിട്ടില്ല. പണ്ട് കാലത്ത് 1980s ഇന്ത്യനെ സംഗതി പുതിയാപ്പിള വരുമ്പോ അല്ലേ കോഴിക്കറി ഉണ്ടാക്കും. അത് നാടൻ കോഴി, പെരീത്തെ നാടൻ കോഴി വെട്ടിയിട്ട് നമുക്കൊരു കറി, ചോറിന്റെ ഉള്ളിൽ മുട്ടൊക്കെ പൊങ്ങിയാണ്ട് പൂത്തി തരും, ആരും കാണാതെ. അളിയാക്ക മൂട്. അർഷുവിനാണ് ആ വൈബൊക്കെ കിട്ടുന്നേട്ടാ. കറക്റ്റ് ഒരു അളിയാക്ക മൂട് കിട്ടുന്ന അർഷുനാണ് ഈ കൂട്ടത്തില്. സൽമാനൊക്കെ അത് കിട്ടുമോ? മോഡേൺ സൽമാനിന്റെ ഇയാളൊന്നും ഒരിക്കലും കിട്ടില്ല. കാരണം മോഡേൺ ഇമ്മമാരും കുട്ടികളും മോഡേൺ ആയിട്ടുള്ള ആൾക്കാരെ പിന്നാലെ വിലക്കെ നടക്കണേട്ടാ. മനസ്സിലാടാ, അതാണ് എനിക്കറിയാം. അർഷി എങ്ങനത്തെ ഒരു അമ്മായിമനാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, തിന്നാൻ കിട്ടിയാൽ മതി. കൊണ്ടിട്ടാ മതി. നല്ല ഫുഡ് ഉണ്ടാക്കാൻ കഴിയണേ. അല്ല അർഷിന്റെ പറഞ്ഞ എനിക്ക് എന്തൊക്കെയാ ഇതുണ്ട് പറഞ്ഞേ. സൈഡിലൂടെ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? എന്റെ സങ്കല്പമൊന്നുമില്ല. നല്ല റാത്തായ ഒരു എനിക്കറിയാം ബാംഗ്ലൂർ സ്റ്റൈലോ നല്ല റാത്തായ ഒരു കുട്ടി. ഒരു ബാംഗ്ലൂർ കോളേജിൽ പഠിക്കുന്ന ഒരു നീരായ കുട്ടി. അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ. നല്ലൊരു പാവം കുട്ടി. എന്തിനാണിത് മാറ്റി? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ വലിയ വലിയ പരിപാടികൾ വരാൻ പോവാണ് അടുത്ത മാസം. അപ്പൊ വലിയ വലിയ പ്ലാനുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. വ്ളോഗ് എടുക്കാനുള്ള കിടിലം പ്ലാനുകളാണ് നമ്മൾ പ്ലാൻ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇമ്മച്ചി അറക്കണ്ടേ? വരി. ആഴ്ചമാത്തനെ വിളിച്ചിട്ടുണ്ടോ? ആഴ്ചമാത്ത ഇറക്കണേ? ആഴ്ചമാത്തൊക്കെ എത്ര ധൈര്യമൊക്കെ ഉണ്ടോ? എനിക്കൊന്നും ഒരു മിണ്ടാ പ്രാണികളൊന്നും ചെയ്യാൻ തോന്നുന്നു. 2 ദിവസം പടം ഒരു സാധനം തന്നാൽ അതിനോട് ഇഷ്ടമാവും. എനിക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ കോയിനെ വെറുതെ കൊടുക്കുന്നത്, ബ്രോയിലർ കോയിനെ കണ്ട ജീവനോടെ കൊടുത്താൽ കാണാൻ പറ്റില്ല അറിയും, അത്രയും ബന്ധമാവും. അപ്പം എന്തായാലും ഇപ്പച്ചിയും ഇവരൊക്കെ വന്നതിന് ശേഷം കാണട്ടോ. എല്ലാവരും വിശേഷങ്ങളൊക്കെ ചോദിച്ചിനി. അപ്പം നമ്മളും നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഓരോ സബ്സ്ക്രൈബേഴ്സും സുഖകരമായി ജീവിക്കുകയാണ്, എല്ലാവർക്കും സന്തോഷമായി ഇരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പാവങ്ങൾ തട്ടാം നാടൻ കോഴി ഇറക്കണം കാണാൻ വേണ്ടിയിട്ട് അവിടെ കുറേ നേരമായി നിൽക്കണം. നാടൻ കോഴി എങ്ങനെയും ഒന്ന് സേസ് ആയിക്കണം, ഇങ്ങനെ ഒന്ന് പേരെ പോകാൻ ഈ ചെങ്ങനെ കൊണ്ട് വലിയ ഇറങ്ങാനായല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കൊണ്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഇവിടെ 2 ടീം നിൽക്കുന്നുണ്ട് കേട്ടോ. ഓളെ മറവിൽ ഇബിളിങ്ങ് നിൽക്കും, ഇബളെ മറവിൽ ഓളുങ്ങ് നിൽക്കും. കണ്ടോ? അപ്പം എന്തായാലും നിപ്പച്ചിയും ഉമ്മച്ചിയൊക്കെ വന്നിട്ട് ആഴ്ചമാത്തി കൂടി വന്നു കഴിഞ്ഞിട്ട് അർച്ചി നിറച്ച് ഗ്യാസ് ഇറക്കല്ലോ തുടങ്ങി. അർച്ചിയെ CNG അർച്ചി കയറ്റി നിലമ്പൂർ CNG പമ്പില്ലായിട്ടേ അവസാനം ഗ്യാസ് ഒന്ന് സെൽഫായിട്ട് കയറ്റൽ തുടങ്ങിയൊന്നുണ്ടോ? അതുകൊണ്ട് കാര്യമില്ല ചങ്ങായി, ഈ നോസില് കാരണമാണ് ആ സാധനം ഫോമായി വരുന്നത്. സ്പ്രേ ആക്കിയാണ്ട് അതെടുത്തു ഡിസ്കോ അടിച്ച ഇത് ശരിയായി. ഇങ്ങനെ അടിക്കണ്ടേ ഞമാരെ, മറ്റേൽക്കല്ല. ഇതിന്റെ അടപ്പ് വെച്ചാണ്ട് അടിച്ചു ഇത്രയും കാലം. എന്നിട്ട് ഇത് കേടാൻ പറഞ്ഞാൽ അവിടെ ഇട്ടടോ. എന്നാ എന്റെ വണ്ടി കേട്ടോ, ഞാൻ ഇന്ന് പൊളിക്കും, നമ്മൾ വണ്ടി പൊളിക്കും. അപ്പൊ ഈസാന് എന്ത് ചെയ്തു? ഈസാനി പരിക്ക് നൽകിയ സംഭാവനയുണ്ട്. ഈ കുറ്റി വാങ്ങിയാണ്ട് ഈസാൻ എന്ത് ചെയ്തു? അതിന്റെ അടപ്പ് വെച്ചിട്ട് എല്ലാ ദിവസവും അടിച്ചു. എന്നിട്ട് പത വരുന്നില്ല, വെള്ളം വരുന്നില്ല പറഞ്ഞാൽ അത് അവിടെ ഒരു മൂല കിട്ടു. അർച്ചിന്ന് വന്നാണ് അതിന്റെ അടപ്പ് വരാണ്ട് അടിച്ചപ്പം എടാ ഇതിങ്ങനെയാണ് വർക്കിങ്. അപ്പൊ പരിപാടി വേണ്ട. ബോൾട്ടറിനോ? ബോൾ
അവിടെ പോയെടുത്തോ ബാക്കില്. പൊന്നാനിക്കാരെ സച്ചിൻ. അതൊരു പൊന്നാനി എയർ ഷോട്ട് അടക്കണ്ട്. പോയി ഇപ്പൊ കറക്റ്റ് കേട്ടോ. സാധനം ഇല്ലാത്തോണ്ടല്ലേ. എന്ത് കേടന്നാലും റെഡിയാക്കാൻ പിന്നെ വിളിച്ചാൽ ഇപ്പം ഒരു സാധനം കേടെടുക്കുമ്പോൾ അത് നന്നാക്കാൻ എടുക്കണ എഫേർട്ട് ഉണ്ടല്ലോ, അതാരും കാണാതെ പോരുത്. നമ്പർ എടുത്തല്ലോ അർച്ചിൻ്റെ. അപ്പോൾ മറ്റോല് ഈ നാടൻ കോയിന് ഇതിപ്പോൾ എപ്പോഴാണ് ഈ ചെങ്ങായി ഒന്ന് അറക്കുക, നാടൻ കോയിന് അറുത്തരണ കുടുങ്ങി ആകെ സൈസൊക്കെ മുട്ടയുന്നത് ഇന്നൊരു മൂലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് അതിലെടുക്കുന്നുണ്ട് ആയി എന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇനി ഇപ്പം ചിമ്മച്ചിയൊക്കെ വന്നിട്ട് അടുത്തായി ജിമ്മി ഇതാ കഴിഞ്ഞ ആഴ്ച സ്റ്റീലിട്ട് അതേ കോസ്റ്റ്യൂമിൽ ഇതാ മാർക്കറ്റ് സ്റ്റുവാർട്ടിന്റെ പരിപാടിക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. പരിപാടി ഇനി നിലമ്പൂർ ഭാഗത്ത് വന്നാൽ മതി കേട്ടോ. എന്താണ് പറയാനുള്ളത്? കോയിൻ ഇറക്കുന്നുണ്ട് പറയാം. കോയിൻ ഇറക്കുകയാണ്. അപ്പൊ ജിമ്മി മുടിന്റെ ലുക്ക് ഇതൊക്കെ നമ്മൾ കാട്ടിയില്ലേ വ്ളോഗിൽ? കാട്ടി. ജിമ്മി എന്തുകൊണ്ടാണ് വ്ളോഗ് ഇടാത്തത്? സമയമില്ല. അപ്പം കല്യാണ സീസണുകൾ വരുമ്പോൾ ജിമ്മി, അർഷി, സൽമാൻ പോലുള്ളവരെ തിരക്കരുത്, വ്ളോഗ് എന്ന് വരാൻ ചോദിക്കരുത്. കാരണം ഇവരെ പണി എന്ന് പറഞ്ഞാൽ വെഡിങ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഉണ്ടോ. അപ്പോൾ അർഷിനോടൊക്കെ ബന്ധപ്പെട്ടല്ലോ. അർഷി തിരക്ക് പിടിച്ച മാസമല്ലേ, അപ്പോൾ ഒഴിവുള്ള നേരത്തെ അർഷി വന്ന് കാറൈകളുടെ നേരം മാത്രമേ അർഷി കിട്ടണുള്ളൂ. പിന്നെ ഒരു കോയിൻ ഇറക്കുന്ന നേരം മാത്രമേ അർഷിക്ക് ഇപ്പോൾ കിട്ടണുള്ളൂ. അപ്പം എന്തായാലും ഇപ്പം ചിമ്മച്ചിയൊക്കെ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ചക്കയും കൊണ്ടില്ല, ചക്ക മൊത്തം സൈസാക്കട്ടെ അർഷു. എട്ടാം ക്ലാസ്സിനോ ഇപ്പച്ചി പഠിപ്പിച്ചിക്കണോ? ഇപ്പൊ പഠിപ്പിച്ചിക്കണോ എന്നെ? പ്ലസ് വണ്ണിലെത്തി. പെരിയ ആള്. പിന്നെ കുഴപ്പമില്ല. എവിടെ വീടാണ്? പ്ലസ് വണ്ണിലെത്തിയോ? ജയിച്ചെത്തുന്നു. സ്ട്രൈറ്റ് മനുഷ്യനടാ. ഇരുന്ന് വന്നാണ് ഈ പനവലിനെ. അങ്ങനെ പറയും. മുഖം നോക്കി ഉൽപ്പം പറഞ്ഞു, വീട്ടുപേര് പറഞ്ഞു. ഓ എന്താണ് അതൊക്കെ പണ്ടത്തെ ആൾക്കാർക്ക് മാത്രമുള്ള സ്കില്ലാട്ടോ. ആ സ്കില്ല് കാണുമ്പോൾ ഈ വേറ്റെടുത്ത് വേണ്ടി സ്പൈഡർമാൻ ഇറങ്ങേണ്ടി വന്ന അവസാനം. എടാ ഗ്ലാസ് തുറന്നിട്ട് അടിച്ചിരിക്കുന്നു ഗൈസ്. ഇതിലേക്ക് നോക്ക്, ഗ്ലാസ് തുറന്നിട്ട് പതയും വെള്ളമൊക്കെ അടിച്ചു കയറ്റിരിക്കുന്നു. അർഷി ഒരു ദയമില്ലാതെ, വണ്ടിനോടൊരു ദയമില്ലാതെ അടിച്ചു കയറ്റിരിക്കുന്നു. 2023 മോഡല് ബലേനോ കൊടുക്കാണ്. വെള്ളപ്പൊക്കത്തിൽ കയറിയ വണ്ടി. ജിമ്മി, സഖാവ് ജിമ്മി വണ്ടി വാശി നിരക്കിലാണ്. ജിമ്മി നയിക്കുന്ന കാർ വാശി. ആ വെരി റെഡിയാക്കാം. ഇവിടെ നടക്കാൻ പറ്റുമോ? സുഹൃത്തുക്കളെ, അറക്കാനുള്ള ആരവങ്ങളും മേളങ്ങളുമായി ആഴ്ചമാത്തോടെ തിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? എന്താ പറയല്ലേ, വേർക്കാന്നിട്ട് തിന്നെ വേർക്കാന്നിട്ട് തിന്നെ അതിനെയാണ് പറയാനുള്ളത്. പഴമക്കാർക്കൊന്നും അധികം വർത്താനല്ലാന്നാണ്. അപ്പൊ കോയിനെ പിടിക്കാം. കാഫി പിടിച്ചാ അഫീഫ് ഒന്നിനെ പിടിച്ചാ. കുറച്ച് അരി കൊണ്ടിരി. അരി അതല്ലേ വെള്ളം അറക്കാനല്ല, അതിന് ഇങ്ങനെ മാടി വിളിക്കാനാ, ഗ്രാബ് ചെയ്യാനാ കോയിനെ. തല കയറണോയിക്കോട്ടോ. ചമ്മക്കറക്കാം, കടക്കാർക്കെല്ലാം ഇറക്കാൻ പറ്റുള്ളൂ. നിയാലിന്റെ $1 മില്യൺ ചോദ്യം, അറക്കം കടയിൽ കൊടുക്കണ്ടെന്നാണ് ചോദിച്ചത്. നിയാല് 2K കിഡ് അറക്ക കോയിൻ അറക്കണമെങ്കിൽ കടയിൽ കൊടുക്കണമെന്ന് ചോദിച്ചു. അതാ കോയിനെ പിടിക്കാൻ ജിമ്മി മാക്സിമം ശ്രമിക്കുന്നു. ജിമ്മി കൈയിട്ട് വലിക്കുന്നു. എടാ ഈ കൂട് തുറന്നാ പോരെ. ജിമ്മി പിടിച്ചിരിക്കുന്നു. ജിമ്മി ഒരു കോയിന്റെ മൂട് നോക്കി പിടിച്ചിരിക്കുന്നു. ജിമ്മി കോയിനത് വലിച്ചെടുക്കുന്നു. അഫീഫ് ഒന്നിനെ പിടി. കോയിന്റെ നല്ല സിവിലൈസേഷനാ. ഇങ്ങോട്ടോ അടുത്തതിനെ പിടി. അർഷി ഇതിനെ പിടി. എന്നിട്ട് അടുത്ത ജിമ്മിനെ കൊണ്ട് പിടിപ്പിക്കുക. കാല് കെട്ടൊന്നും വേണ്ട. അർത്ഥിടുമ്പോളോ അർഷി എന്താ അതിൻ്റെ ഉള്ളിൽ തന്നെ കൊലപ്പെടുത്തുക. ആടിന്റെ കാല് കെട്ടണമെന്ന് എടുക്കണ്ട കേട്ടോ.
അടുത്ത കോയിനെ പിടിക്കാനിരിക്കുന്നത് കൂരിക്കുണ്ടിൽ നിന്ന് വന്ന നമ്മുടെ പുതിയ പുത്തനതിഥി കനേഡിയൻ അർഷു. പോയിന്റ് 5 ആക്കി. അർഷു പിടിച്ചിരിക്കുന്നു. അടുത്ത കോയിന് അർഷു. വിടല്ലോ. കനേഡിയൻ പിടുത്തം. തല പിടിച്ച് നിങ്ങൾ ഈ മൂടൊക്കെ പിടിച്ച് കണ്ട് പണി തലാക്കിയത് അർഷി അടുത്ത കോയിനെ പിടിച്ചിരിക്കുന്നു. ഇങ്ങോട്ട് കൊണ്ടിരി ഗൈസ്. വരി. ആൾക്കാരോ കാണാൻ എന്ത് കോയിനെ? പ്ലീസ്. പടച്ചം കോയിനൊക്കെ ഉണ്ടാക്കിട്ടല്ലേ എറപ്പാക്കിയോ? കോയി ചെറുതായിട്ട് ക്യാഷ് ഇട്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അർഷുവിന് നമ്മൾ കുളിക്കാനുള്ള ഡ്രസ്സ് മാറാനുള്ള പുതിയ ഡ്രസ്സ് അനയാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതാണ്. നമ്മുടെ കാണികൾ നാടൻ കോയിനെ പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന കാണികളാണ് ഇവിടെ നിൽക്കുന്നത്. ഹാപ്പിയാണോ? നാടൻ കോയിനെ പിടിച്ചിട്ട് ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അതാ അർഷി കാണിച്ചു കൊടുക്കുന്നു. അർഷിക്ക് ഇപ്പൊ സ്കൂളിലും ബസ് സ്റ്റാൻഡിലും പോയി ഒന്നും ഷോടാൻ പറ്റുന്നില്ല. അപ്പൊ കുട്ടികളെ കിട്ടിയപ്പോ നാല് കോയിനെ വെച്ചാണ് ഈ ഷോടുന്നത്. അർഷി മാറിക്ക് കോയില്ലാത്ത ഏരിയക്ക് നിക്ക്. തമ്മിലെടുക്കണ്ടേ? ഒരു തമ്മിലെടുത്താ അർഷ കോയിമെന്താ നൂല്? നിക്കി വേണ്ടേ ഇങ്ങോട്ട്. അഫീഫ് ഒന്ന് രക്ഷിച്ചവനെ. ഇവിടെ എങ്ങനെ നിക്കണ്? തെക്കുബീർ വാക്കാത്ത എന്താ വലിയൊരുന്നാളോ? തെക്കുബീർ മാക്കിക്കൊണ്ട് വലിയൊരുന്നാളല്ല ഇറക്കുക. എല്ലാവർക്കും എല്ലാം അങ്ങനെ ഇറക്കണോ? ആ നിക്കി പോർട്രേറ്റ് എടുത്തോ. നിക്ക് കഫേ. അർഷു ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, നാടൻ കോഴികളോട് എന്താണ് പറയാനുള്ളത്? എന്താ പറയണില്ല? നാടൻ കോഴിനോട് നാടൻ കോഴി നല്ലോണം വേവുണ്ട്. കുറെ നേരം വേവണം, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റൂല. ബ്രോയിലർ കോഴി പഴമക്കാരിൽ നിന്നല്ലേ? പഴയ കോഴിയാണോ? അല്ല നാടൻ കോഴിയാണോ ബ്രോയിലർ കോഴിയാണോ നിങ്ങൾക്കൊക്കെ ഇഷ്ടം? നാടൻ കോഴിയാണ് ഇഷ്ടം. വേവുള്ളത്. നാടൻ കോഴി ആകുമ്പോ ഇറച്ചി കുറവാവില്ലേ? ബേസിക്കലി ഇറച്ചി വെറും എല്ലുണ്ടാവും. കമ്പാരിറ്റീവ്ലി എല്ലാണ് കൂടുതൽ ഉണ്ടാവുക. നാടൻ കോഴിയില് മുട്ടൊക്കെ വെച്ച് കൊടുത്തിനാണ് അത് പറഞ്ഞു. ആ അപ്പൊ നാടൻ കോഴിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ ഇപ്പച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എടാ മാറ്റി പിടിച്ചാണി, എന്റെ അടുത്തുനിന്ന് മാറ്റി പിടിച്ചു കൊത്തും. ഹലോ ഗൈസ്. പിന്നെ ഇതിനെ അറിവിൻ്റെ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ചെറിയ ചരിത്രം പറയേണ്ടതുണ്ട്. പിന്നെ ഞങ്ങളെ ജിമ്മിന്ന് ഇന്നലെ സാജിദ് ഖാൻ്റെ ഫിറ്റ്നസ് മേക്കേഴ്സ് ജിമ്മിന്ന് ഊട്ടിയിലേക്കൊരു ടൂറ്, പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയൊരു ടൂറായിരുന്നു. ആ ടൂറ് കഴിഞ്ഞ് ഇന്നലെ വന്നതേ ഉള്ളൂ. ഈ കോഴിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഇത് നമ്മളിവിടെ എത്തിച്ചത്, ഈ 3 കോഴികൾ എത്തിച്ചത് നമ്മുടെ കൊടുവള്ളിയുള്ള ബാസിത്ത് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്താണ്. ഒരു ദിവസം രാവിലെ തന്നെ അദ്ദേഹം ആ കോഴിയും കൊണ്ട് വന്നിട്ട് ഇത് നിങ്ങൾക്ക് അറുക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇവരുടെ അസൗകര്യം, 3 ആളെ ഒത്തു കിട്ടാത്തതിൻ്റെ അസൗകര്യം കാരണം നമ്മുടെ പൂച്ചനെ വളർത്തിയിരുന്ന കൂട് പൂച്ച ഔട്ടായി, കോഴികൾ ഇൻ അങ്ങനെ കയറി ഇതാണ്. ഇനി ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ
ഈ നാടൻ കോഴിൻ്റെ ചെറിയൊരു ചരിത്രം 1970-കളിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് 71-ലാണ് ഞാൻ ജനിക്കുന്നത്. ഈ നാടൻ കോഴികളേ ഉള്ളൂ, ബ്രോയിലർ കോഴികളൊന്നും എവിടെയും കാണില്ല, തമിഴ്നാട്ടിൽ നിന്ന് എവിടുന്നും വരുന്നില്ല, ഈ കോഴികൾ മാത്രമേ ഉള്ളൂ. ഇത് തന്നെ വീടുകളിൽ കൂടുതലായിട്ട് എന്തുണ്ടാവും, പിന്നെ ആളുകൾ വളർത്തും. പക്ഷേ ഇത് കിട്ടുക, ഈ സൗകര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒന്ന് പള്ളിക്കല ഉസ്താദിനാണ്, കാളി എന്നറിയും. പള്ളിക്കത്തെ ഉസ്താദിനെ പിന്നെ അന്ന് വലിയ വലിയ വീടുകളിലേക്കാണ് ഈ ചിലവുണ്ടാകുക. അവർക്ക് ഒരു പിന്നെ ദിവസത്തെ ചിലവ് ആ വീട്ടിലായിരിക്കും. അന്ന് ആ ചിലവിൻ്റെ ഊഴം വരുന്നന്ന് വീട്ടിലെന്ത് ചെയ്യും, അവിടുന്ന് ഏറ്റവും വലിയ ഒരു ഇതേപോലെ പൂവൻ കോഴിനെ പിടിച്ചുകൊണ്ട് അറക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ പുതിയാപ്പിള സൽക്കാരത്തിന് കിട്ടില്ല, ഒന്നാമത്തെ പുതിയാപ്പിള സൽക്കാരത്തിനും പുതിയാപ്പിള വരുമ്പം കിട്ടിയിരുന്നു. പക്ഷെ നമുക്കൊക്കെ ഇതിൽ കിട്ടുന്ന ഇതിൻ്റെ ഈ എന്തെങ്കിലും പറയാൻ കുറകോ ആ സാധനത്തിന് ലെഗ് പല്ല അങ്ങനെയുള്ള പറയുന്നത് ലെഗ് പീസൊന്നും നമുക്ക് കിട്ടൂല. നമുക്ക് കിട്ടുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ആ തോലില്ലേ, ആ തോല് കാര്യമായിട്ട് അതൊക്കെ അതിൻ്റെ കറി എന്നാൽ തന്നെ അത് എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു അറിയോ. അതൊക്കെ തേങ്ങ കറുത്ത് വെക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല മരുന്നാണ്, വളരെയധികം ഫലപ്രദമുള്ള സാധനമാണ് ഇത്. നമ്മളല്ല ഈ ബ്രോയിലർ ചിക്കൻ്റെ പോലെയല്ല. പിന്നെ ഇനി വേറെ തമാശ കൂടി ഉണ്ട്. ഈ അന്ധകാലത്ത് ആളുകൾക്ക് പിന്നെ നിസ്കാരം വെള്ളിയാഴ്ചയൊക്കെ പോകും, നിസ്കാരത്തിൻ്റെ കാര്യം അപ്പോഴൊക്കെ എന്തുണ്ടാകുക, പിന്നെ അങ്ങനെ ഒരു റെഗുലറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കോയിനെ ഇറക്കാൻ 5 വക്ത് കൃത്യമായിട്ട് നിസ്കരിക്കണ ആളെ തിരഞ്ഞ് അറക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഞങ്ങളുടെ നാട്ടുകളിൽ 1-2 സ്ഥലത്തുള്ള മൊല്ലാക്കാരെ അറിയും. ആ മൊല്ലാക്കാൻ്റെ അടുത്ത് പോയിട്ട് ഇതേപോലെ കത്തിയും കൊണ്ടുപോകണം, കോയിന് കൊണ്ടുപോകണം, പിടിച്ചിട്ട് കാലൊക്കെ ഇതേപോലെ കെട്ടിയിട്ട് കൊണ്ടുപോകും. മൊല്ലാക്ക മൂപ്പര സൗകര്യത്തിന് വന്നിട്ട് ഒരു ഇതിൽ പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്തതിന് വെള്ളമൊക്കെ കൊടുത്ത് അറുത്തിട്ട് പിന്നെ ആണ് നമ്മൾ തിരിച്ചു കൊണ്ടുപോവുക. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അതിന് ഡിസ്ക്വാളിഫിക്കേഷൻ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ റെഗുലർ ആയിട്ടുള്ള ഇതില്ലാത്തൊരു ഇതാണ്. ഇപ്പോൾ കാലങ്ങളൊക്കെ മാറി, എല്ലാവർക്കും അതെന്ത് ചെയ്തു, ആ പൂർവ്വ പിന്നെ എന്താ അവസ്ഥകളൊക്കെ മാറിയിട്ട് നല്ല അവസ്ഥയിലേക്ക് വന്നു. ഏതായാലും അതാണ്. ഇനി മൊല്ലാക്കാൻ്റെ അടുത്ത് കറക്കാൻ കൊടുത്തയച്ച കോഴി അർത്ഥ ചരിത്രം അതുകൂടി പറഞ്ഞേ. മൊല്ലാക്കാനോട് കുറച്ച് മഴക്കാലം ഇത് പോയി അറുത്തോടുന്ന് അറിഞ്ഞോളൂ. വീട്ടിൽ നിന്ന് കത്തി തന്നല്ലോ. ഞാൻ എന്ത് ചെയ്തു അറിയോ, കുറച്ചുകൂടി മൊല്ലാക്കാനോടക്ക് പോകണം, ആ ദൂരം കുറക്കാൻ വേണ്ടിയിട്ട് പകുതി വൈക്കൽ വെച്ചുകാണ്ട് ഒരു കാട്ടിൽ വെച്ചുകാണ്ട് കാലുമ ചവിട്ടിയിട്ട് എൻ്റെ എൻ്റെ കാലുമ ചവിട്ടിയിട്ട് എന്ത് ചെയ്തു നന്നായിട്ട് അറുത്തിട്ട് തല കയ്യിൽ ഊരിപ്പോന്നു. അങ്ങനെ സാധനം ഉണ്ടാവില്ല, ഞരമ്പ് മാത്രമേ ഇങ്ങനെ അറ്റ് പോവാറുള്ളൂ. അപ്പം അങ്ങനെ ഒരു രംഗം ഉണ്ടായത് ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലെങ്ങനെ ഓർക്കും. ഏതായാലും അർത്ഥം എന്തിനാ, അന്ന് മൊല്ലാക്കാർക്ക് കൊടുക്കാനുള്ള പൈസ എടുക്കാനല്ലേ. അതുകൊണ്ട് അത് പിന്നെ അതൊന്നും അങ്ങനെ പറയത്. ഓക്കെ, അതാണ് അതുമായിട്ട് ഇനി എന്താ പറഞ്ഞ ചോദിക്കണ്ടോ? ഇല്ല. അപ്പൊ എന്നാലും നമുക്ക് എന്നാലും അതിലേക്ക് പോലെ അറിവിന്റെ രംഗം കാണിക്കരുത് കേട്ടോ. ഇല്ലല്ല, അറിവിന്റെ രംഗം കാണിക്കൂല. അറിവിന്റെ രംഗം കാണിച്ച എന്റെ യൂട്യൂബിലത്തെ അവസാനത്തെ ദിവസമാവുന്നു അറിവിന്റെ രംഗത്തിൽ കാണിച്ചത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ 3 കോഴികൾ, ചിന്ന, പിന്ന, മിന്നാച്ചിയോ, കിൻചാമിയോ, കോഴികൾ, എല്ലാ കോഴികളെയും നമ്മൾ അറുക്കാൻ പോവുകയാണ്. അപ്പൊ ഓനറിയേ, ഓനിവരൊക്കെ എല്ലാവർക്കും അറിയാം, ഒക്കെ നാടൻ തറവാടികളാണ് കേട്ടോ. എങ്ങനെ കോഴിനെ പിടിച്ചണം, എവിടെ പിടിച്ചണം, എങ്ങനെ തിന്നണം, എല്ലാത്തിനും എല്ലാം അറിയാം. കഴിഞ്ഞൊരു വ്ളോഗിൽ ഈ വായന്റെ കഥ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഈ 3 ചങ്ങായി കൊണ്ടുവരാൻ കാരണം നമ്മളിത് മാറ്റിയെടുത്തേക്ക് തോന്നുന്നു. ഒന്ന് ഹനാന് വലുത്, രണ്ടാമത്തെ ഏതാ ഇതോ ഈസാനി ഈച്ചു, മൂന്നത് അഫീഫ, അവനെ പോലെ തന്നെ മുടിയൊക്കെ അങ്ങനെ ചേപ്ര സ്വഭാവം. ജിമ്മിക്ക് വരുന്ന കോയിനെ പോലെ ഉണ്ട് കണ്ടിട്ട്. കാക്കനെ പിടിച്ച് ചെറുത്താലോ. അപ്പൊ എന്തായാലും നമ്മൾ കോഴി അറുക്കണ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. അപ്പൊ 3 ആൾ ഇവിടേക്ക്, എടാ ജിംഷ ഇരിക്കട്ടെ. സൽമാൻ, ഈ കറക്റ്റ് ഫ്രെയിം എടുത്താ കറക്റ്റ്, അതായത് ഇപ്പം ഇങ്ങനെ കോയിനെ കൊണ്ട് പോകണം. ജാടന്നോ ഇവിടെ ക്ലോസ് എടുക്കണം. കോയി ഇങ്ങനെ ഓരോന്നായി പോകണം. എന്നിട്ട് പിന്നെ അവിടെ നടക്കാം. ഞാൻ എടുക്കാം, ഇത് പിടിച്ചോ. അപ്പോൾ സുഹൃത്തുക്കളെ, കോയിൻ അറക്കാൻ കൊണ്ടുപോകണ്ടോ, ബാക്കി അറുത്ത് കഴിഞ്ഞിട്ട് വിവരങ്ങളും വിശേഷങ്ങളൊക്കെ കാണാം.
അപ്പോൾ സുഹൃത്തുക്കളെ കോഴി അറുത്ത് ആവണ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷ്വൽസ് കാണിക്കുകയാണ്. നമ്മൾ വണ്ടീൻ്റെ ഫുൾ പണിയെടുപ്പിച്ചിരുന്നത് ഓൺ റോഡിൽ നിന്ന് തന്നെയിട്ടാണ്. അപ്പം ഓൺ റോഡ് നിങ്ങൾക്ക് അറിയുന്ന പോലെ മലപ്പുറത്തും കൊച്ചിയിലും ഇനി ഒരുപാട് സ്ഥലങ്ങളിലും വരാൻ പോവുകയാണ്. അപ്പോൾ ഓൺ റോഡിൽ നിന്ന് നമ്മൾ പണിയെടുപ്പിക്കാൻ പോയതും അതേപോലെ തന്നെ നമുക്ക് വണ്ടി ഡെലിവർ ആവുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒറ്റക്കായിട്ട് എനിക്കൊരു വ്ളോഗിലിടാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ വിഷ്വൽസ് ഇതിൻ്റെ ഒപ്പം തന്നെ കാണിച്ചിട്ട് എന്നിട്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കോഴിയിലേക്ക് കയറുന്നതായിരിക്കും. അപ്പോൾ ആ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനെന്നുള്ളത് എല്ലാ വണ്ടിപ്രേമികൾക്കും സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ നോക്കി കാണുന്ന ഒരു പ്ലേസാണ്. എപ്പോഴും കണ്ടൻസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്, ഓൺ റോഡ് ബോഡി ഷോപ്പ്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മുമ്പത്തെ വണ്ടികൾക്ക് ഇവിടെ വരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. എൻ്റെ അടുത്തുള്ള ഒരു ഹിമാലയൻ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതൊന്നും നടക്കാതെ എൻ്റെ ടൈം ശരിയല്ലാത്തതുകൊണ്ട്, അതായത് ഞാൻ നാട്ടിലുള്ളപ്പോൾ വണ്ടി വേറെ എന്തെങ്കിലും പണിയില്ലാവും, ഞാൻ ഒരു ഫ്രീ ടൈം കിട്ടില്ല ഇതും കൊണ്ടുനടക്കാനുള്ള. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ദുബായ് പോയ ടൈമിൽ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ വണ്ടി കറക്റ്റ് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ ഓൺ റോഡിൽ കൊണ്ടുവന്നു. അപ്പം ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ എൻ്റെ ഒരുപാട് എല്ലാവരും ഇപ്പോൾ ചെയ്യണ കാര്യമാണ് സെറാമിക് കോട്ടിങ്, ഓരോ തരത്തിലുള്ള കോട്ടിങ്. അപ്പോൾ ഏറ്റവും പുതിയ കോട്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും പുതിയ കോട്ടിങ്ങാണ് ബോറോഫിൻ സെൽഫിയിൽ പറഞ്ഞിട്ടുള്ള കോട്ടിങ്. അപ്പോൾ അതെനിക്ക് ചെയ്യണം എന്നുണ്ടായി. അപ്പോൾ അത് ചെയ്യാനിപ്പോൾ ഒരുപാട് ഷോപ്സ് ഒന്നും ചെയ്യണില്ല, എല്ലാവരും ചെയ്ത് തുടങ്ങണുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓൺ റോഡായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ നമ്മളെ വണ്ടിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനും നമ്മളെ വണ്ടീൻ്റെ കൂളിങ് അതൊക്കെ ഇമ്പോർട്ട് ചെയ്തൊരു കൂളിങ്ങൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം സെറ്റപ്പിൽ വരുന്ന സാധനങ്ങളാണ് വണ്ടിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഓൺ റോഡിനെ കോൺടാക്ട് ചെയ്തു. സൽമാനും ആഫിയൊക്കെ പാടെ ഒരു 4 ദിവസം മുമ്പ് വണ്ടി കൊടുന്നിട്ടു. അപ്പോൾ നമ്മളിന്ന് തിരിച്ച് മലപ്പുറം ഓൺ റോഡിൽ എത്തിയിട്ടുണ്ട്. കൊച്ചിയിലും ഇവർക്ക് ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. നമ്മൾ മലപ്പുറം കൊച്ചി അല്ലാണ്ട് അല്ലേ മെയിനായിട്ട്, കൊച്ചി കുറച്ചുകൂടി വലുതാണ് അല്ലേ? ആ ഓക്കെ. ഇക്കാൻ്റെ പേര് സുഹൈൽ. വരി. അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലേ വണ്ടിയുടെ മാറ്റങ്ങൾ റെക്കോർഡിങ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ. കാര്യമായിട്ട് നമ്മൾ വണ്ടി എടുത്ത ടൈമിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇനി ഉള്ളിൽ സീറ്റ് കവറും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റി നല്ലാണ്ട് വണ്ടിയിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ കോട്ടിങ്ങും ഇതൊന്നും ചെയ്യാതെ ഇനി വെച്ചിരുന്നത്. നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തിക്കാൻ വേണ്ടിമേ നമ്മൾ ബോറോഫിൻ സെൽഫിൽ തന്നെ, അതായത് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും സുപ്പീരിയർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബോറോഫിൻ സെൽഫിൽ, അതായത് സെൽഫിയിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന കോട്ടിങ്ങാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ഗ്രഫൈനിലുള്ള മാറ്റം എന്താ വെച്ചാൽ ഗ്രഫൈനിലെക്കാട്ടും ബോറോണാണ് ഇതിൻ്റെ ബോണ്ടിങ് വരുന്നത് മെറ്റീരിയല്. അപ്പോൾ നമുക്ക് കൂടുതൽ ഫ്ലെക്സിബിളും സ്ട്രോങ്ങറാണ്, ഗ്രഫൈനെക്കാട്ടും കൂടുതൽ ഫ്ലെക്സിബിൾ സ്ട്രോങ്ങറാണ്. അപ്പോൾ ഗ്രഫൈനെക്കാട്ടും ഒരു സുപ്പീരിയർ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമ്മൾ 100 ഡിഗ്രി വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് മൈനറായിട്ടുള്ള സോൾമാർക്ക് 100 ഡിഗ്രി വാട്ടർ അല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് ഗൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്പോട്ടിലത് മാഞ്ഞു പോയിട്ട് കാണാൻ പറ്റും, ചെറിയ സ്ക്രാച്ചസ്, മൈനർ സ്ക്രാച്ചസ് ഒക്കെ. പിന്നെ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്? പിന്നെ നമ്മൾ ഡാമ്പിങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതേപോലെ തന്നെ പ്രീമിയം സൺഗാർഡ് നമ്മൾ ഗ്ലാസ്സിൽ പറഞ്ഞു. സൺഗാർഡിന്റെ സ്പെഷ്യാലിറ്റി എന്തായാലും നമ്മൾ ചെയ്തതിനെ ഹീറ്റ് റിഡക്ഷൻ അല്ലേ? ഹീറ്റ് റിജക്ഷൻ 93 to 96% നമുക്ക് ഹീറ്റ് റിജക്ഷൻ വരുന്നുണ്ട്. ഇതിൽ തന്നെ UV പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ആന്റി ഗ്ലെയർ വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പൊതുവായിട്ട് ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വെഹിക്കിൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഹൈ ബീം ലൈറ്റ്സ് നമ്മളെ കണ്ണിനുള്ള പ്രശ്നങ്ങളൊക്കെ അതിൽ തീരും. സോ എന്താ വെച്ചാൽ നമുക്ക് ഡ്രൈവിങ്ങും കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വാറണ്ടി അത്യാവശ്യം 5 to 10 years വാറണ്ടി വരുന്നുണ്ട് ഇതിന് സൺഗാർഡ് പ്രീമിയത്തിന്. ഇതിൽ തന്നെ നമുക്കൊരു സൺഗാർഡ് ലൈറ്റും വരുന്നുണ്ട്. പക്ഷെ അതിൽ 50% ആണ് നമുക്ക് ട്രാൻസ്പെറൻറ്റ് വരുള്ളൂ. ഇതിൽ നമ്മൾ പറയുന്നത് ആക്ച്വലി 70% ഓഫ് ട്രാൻസ്പെറൻസി ആണ്. സോ ഇതിൽ 50% നമ്മൾ ഗ്ലാസ്സിലും ചെയ്തിട്ട് വിൻഡോസിലും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസസിൽ 70% ആണ് ചെയ്തിട്ടുണ്ടാവുക. ഡാമ്പ് ചെയ്യണതിൻ്റെ എനിക്ക് ഡാമ്പ് ചെയ്യണതിൻ്റെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് കൂടുതലായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ കേട്ടിട്ട് സൗണ്ട് റിഡക്ഷന് പുറത്തുനിന്നുള്ള നോയ്സ് കാര്യങ്ങൾ കുറക്കും. അപ്പോൾ അതങ്ങനെ കുറയണോണ്ട് തന്നെ മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി ഒക്കെ കേൾക്കണത് കൂടും എന്ന് പറയുന്നുണ്ട്. വേറെ എന്തൊക്കെ സ്പെഷ്യാലിറ്റി ഇല്ല? NVH എന്ന് പറയുമ്പോൾ നോയ്സ് വൈബ്രേഷൻ ഹാർനസ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എസ്പെഷ്യലി വെഹിക്കിൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നോയ്സ് പൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഇത് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് നമുക്ക് ഓഡിയോ ക്വാളിറ്റിയിൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും മെയിനായിട്ട് ഡാമ്പിങ് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഉള്ളത് ബോഡിക്ക് കുറച്ചും കൂടി വെയിറ്റ് കൂടും ഡാമ്പിങ് ചെയ്യുമ്പോൾ. ഇപ്പോൾ നമുക്ക് തന്നെ ആക്ച്വലി ഡാമ്പിങ് ഇപ്പോൾ ഇതിപ്പോൾ 4 ഡോസാണ് ചെയ്തിട്ടുള്ളത്. 4 ഡോസിൽ തന്നെ അത്യാവശ്യം വേണ്ട ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ടാവും. അതെ. പിന്നെ നമ്മൾ ഇത് ബ്ലാക്ക് ആക്കിയില്ലേ ഫ്രണ്ടത്തെ. അപ്പോൾ ഈ ഒരു സാധനം
സിൽവർ കളറാണ് വന്നിനത്. അതും ആ ഏരിയ ഒക്കെ ഞാൻ പറഞ്ഞ് ബ്ലാക്ക് ആക്കിപ്പിച്ച്. പിന്നെ മെയിനായിട്ട് വണ്ടീൻ്റെ കോട്ടിങ് തന്നെ അല്ലേ, പക്കാ ഫിനിഷിങ്ങിലേക്ക് വന്നിട്ടാ. ഗ്ലാസ് പോലെ ഇവിടെ നോക്ക്, ഇവിടെ വെച്ച് നോക്ക്. ഹായ്, ഗ്ലാസ് പോലെ ആയിട്ടാ കോട്ടിങ്. കണ്ണാടി പോലെ ചെയ്ത് വെച്ചിട്ടുണ്ടാ. ബാക്കിൽ തന്നെ പോലെ ബോർഡുണ്ട്, ഓൺ റോഡ് കണ്ണാടി പോലെ. ഓ തൊട്ടോക്ക്, മൃദുലമായ ചർമ്മം, ചന്ദ്രിക. ആ വാഷ് ചെയ്യുമ്പോൾ തന്നെ ഈസി ക്ലീനിങ് ആയിട്ട് സ്റ്റക്കായി നിൽക്കും വാട്ടർ മാർക്ക് വരാൻ. നമുക്ക് ഈസി വൈപ്പ് എന്ന് അതിന് പറയാം. ജസ്റ്റ് നമ്മൾ വാഷിംഗ് സെന്ററിൽ നിന്ന് വെള്ളം അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വൈപ്പ് ഔട്ട് ആയിട്ട് ഓട്ടോമാറ്റിക് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ആക്ച്വലി ഇപ്പോൾ സെറാമിക് ആയിരുന്നു ബേസിക് ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്ന എല്ലാവരും ചെയ്തു വരുന്നത്. പിന്നെ ഉണ്ടായിരുന്നതാണ് ഗ്രഫൈന്. അതിനെക്കാട്ടും അൾട്ടിമേറ്റ് ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് വന്നതാണ് ബോറോഫിനും ബോറോഫിൻ സെൽഫീലും. ഇപ്പം നമ്മൾ ഈ വെഹിക്കിൾ ചെയ്തിട്ടുള്ള ബോറോഫിൻ സെൽഫീലാണ്. സെൽഫീൽ ബോറോഫിൻ എന്ന് പറയുമ്പോൾ തന്നെ ബോറോൺ കണ്ടന്റ്, ഇതൊക്കെ ഒരു കെമിക്കൽ ആറ്റം ആണല്ലോ. ഇപ്പോൾ ഗ്രഫൈൻ ആകുമ്പോൾ നമുക്ക് കാർബൺ ആറ്റം ഒരു സിലിക്കോണിൻ്റെ പുറമെ ഒരു 30% കാർബൺ ആറ്റം ഉണ്ടാവും. അപ്പം തന്നെ ഗ്ലോ കൂടും. ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് ബോറോഫിൻ ചെയ്യുമ്പോൾ ബോറോൺ കണ്ടന്റ് 30% കൂടുമ്പോൾ കൂടുതൽ ഗ്ലോസി ആവും. സോറി, കുഴപ്പമില്ല. ഹായ്, ഇതികൂടെ പോവായിരുന്നു. ഉമ്മ കണ്ടിട്ട് ഓക്കെ ഓക്കെ. അസ്സലാമലൈക്കും. എങ്ങോട്ട് വരണ? പോവാ, എവിടെ വരാം. അസ്സലാമലൈക്കും. ആ എന്താ വിശേഷം? സുഖം. എവിടുക്കാ പോണേ? അപ്പോ എവിടുക്കാ പോണേ? ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. കുട്ടികളുണ്ടല്ലോ. അപ്പൊ നമ്മള് പറഞ്ഞു വന്ന മിസ്സായി പോയിട്ടാ ആൾക്കാർ വന്നിട്ട്. പക്ഷെ മാഷാ അല്ലാഹ് നമ്മളെ കണ്ടന്റ് കാണുന്നവരാണ്, ഉമ്മമാരാണ് കേട്ടോ. ആണ് ഇതും ബ്ലാക്കായി സൽമാനെ. ഇത് ബ്ലാക്ക് കൊണ്ടുവന്നു. വണ്ടി തെളിങ്ങ നോക്കിയേ, മാഷാ അല്ലാഹ്. അണ്ടർ കോട്ടിങ് ചെയ്തില്ല നമ്മള്. ഓ നല്ല ഫിനിഷിംഗ് ഉണ്ട്. മനസ്സിലായി. സെറ്റായി, അടിപൊളിയായി. കൂടിയടാ ഡാം ചെയ്തിട്ട് എങ്ങനെ അല്ലേ? കുറച്ച് കനം കൂടിയില്ലേ? ആടാ ഡോറ് കുറച്ച് വെയിറ്റ് കൂടിയല്ല. ഡോർ കുറച്ച് വെയിറ്റ് കൂടി, കുറച്ച് കട്ടിങ് കനം കൂടി ഡാമ്പ് ചെയ്തുകൊണ്ട്. ഡാമ്പിങ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് അറിയണ്ടാവില്ല കേട്ടോ. ഞാനിതിനെക്കുറിച്ച് വലിയ പഠിച്ചിട്ടുള്ള ആളൊന്നും അല്ലേ. ഞാൻ 2-3 കൊല്ലം മുമ്പ് ഇതിനെക്കുറിച്ച് അറിയണം കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യണതാണ് ഡാമ്പിങ്. അതും ചെയ്തിട്ടുണ്ട് നമ്മളെ വണ്ടിക്ക്. ഡോർ പാഡ് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഹോൾസും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ, അതായത് പക്കാ സൗണ്ട് പ്രൂഫ് എന്നുള്ള ലെവലിൽ കിട്ടാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഡോർ പാഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. ഈ ഒരു ഏരിയ മൊത്തം കാണാൻ പറ്റൂലേ? നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റില്ലല്ലോ, റിമൂവ് ചെയ്യേണ്ടി വരും അല്ലേ? നമ്മൾ വീഡിയോ ഉണ്ടാവും. കുഴപ്പമില്ല. ഓക്കെ, ജസ്റ്റ് ഡിക്കിയിൽ കാണാൻ പറ്റും. ഡിക്കി കാണാൻ പറ്റുമോ? അതൊന്ന് തുറന്നെടുക്കോ ഇക്ക. ല്ലേ. അപ്പം നമ്മൾ ഇത്രയും വർക്ക്സ് ചെയ്തിട്ടുള്ളത് മലപ്പുറമുള്ള ഓൺ റോഡിലാണ് കേട്ടോ. വേറെ എന്തൊക്കെ ഇതിലുപരി നമ്മൾ വേറെ എന്തൊക്കെ പറയണ്ടേ? റീസ്റ്റോറേഷൻ കുറേ പരിപാടിയില്ലേ? നമ്മൾ ഫുൾ ബോഡി പെയിൻറ്റിങ്, അതായത് ഇപ്പോൾ സെയിം കളർ വെച്ചിട്ടുള്ള ഫുൾ ബോഡി പെയിൻറ്റിങ്, അതേപോലെ കളർ ചേഞ്ച് ചെയ്തിട്ടുള്ള ഫുൾ ബോഡി പെയിൻറ്റിങ്. പിന്നെ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്, പിന്നെ കൺവേർഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഫേസ് ലിഫ്റ്റ്, പിന്നെ നമ്മൾ ക്ലെയിം വർക്ക്, ഇൻഷുറൻസിൽ ക്ലെയിം വർക്ക് ചെയ്യുന്നുണ്ട്.
ഏകദേശം 10ഓളം നമുക്ക് ഇൻഷുറൻസ് കമ്പനി ടൈപ്പാണ്. ക്യാഷ്ലെസ് ക്ലെയിം നമ്മൾ തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാഷ്ലെസ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡീറ്റെയിലിങ്ങിൽ നമ്മൾ സെറാമിക് കോട്ടിങ്, ഗ്രഫൈന്, ബോറോഫൈൻ സെൽഫിൽ, PPF നമ്മളിപ്പോൾ ചെയ്ത് ബോറോഫൈൻ സെൽഫിയിൽ ആക്റ്റീവ് ആയുള്ള ബോറോഫൈൻ കോട്ടിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വർക്ക്സാണ് നമ്മുടെ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അവരുടെ സ്പെഷ്യാലിറ്റീസ് ഓരോന്നെ പറഞ്ഞു. പിന്നെ കൂടുതലായിട്ട് ഓൺ റോഡിനെ കുറിച്ച് അറിയാനും നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ വണ്ടി മോഡിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റ് ചെയ്യാനുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കുറേ വണ്ടീസ് ഈ പ്രീമിയം കാർ ഫുള്ള് ഫേസ് ലിഫ്റ്റ് ചെയ്യണത് ഫുള്ള് ഞാൻ ഇരുന്ന് കാണലുണ്ട്. സ്വപ്നമാണ്, പക്ഷേ നടന്നിട്ടില്ല. ഇൻഷാല്ലാ എന്തായാലും ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഓൺ റോഡിനെ കുറിച്ച് അറിയാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം ID-യും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇപ്പോൾ മറ്റു വിശേഷങ്ങൾ നമുക്ക് കാണാം. ആ അതോ ആയില്ലേ? ഞങ്ങളിവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെ ആവല് ലാസ്റ്റിക്ക്. അങ്ങനൊന്നും കൊടുക്കണ്ട, അങ്ങനൊന്നും ഓണാക്കണ്ട. ആ വായിൽ കറി പൊട്ടും. ഇജ്ജ് അവിടെ നിന്നപ്പോഴേ എനിക്ക് ഉറപ്പാണ് അവിടെ. ഓ ഡോറല്ലേ വെയിറ്റായി അഫിയെ. ക്ലീൻ സ്പെക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ കോഴി ഏകദേശം ഇവിടെ എത്തിയിരിക്കുന്നു. ഇടി പൊട്ടണം. പാകിസ്ഥാൻ മിസൈൽ ഇട്ടാ പേടിച്ചണ്ടാ. ലാൻഡ് ഈ സൈഡിലായോണ്ട് നേരെ നമ്മളൊരു അറ്റത്താണേ. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ ഇടി ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഇതുവരെ. ഇതാണ് നമ്മളെ കോഴികൾ കേട്ടോ. എന്നാ വെട്ടിക്കോളി. അത് മുന്നിട്ട് കേട്ടാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോഴിനെ ഇറക്കാൻ പോവാണ് കേട്ടോ. നാടൻ കോഴി. നേരത്തെ പറഞ്ഞ സംഗതി എന്താ ഉറപ്പല്ലേ? ഇതിന്റെ ഈ തോല് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ചൂടുവെള്ളം പിന്നെ തിളപ്പിച്ചിട്ട് ആ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഇതിന്റെ മുകളിലുള്ള തോലെടുക്കനാണ് വെക്കുക. അല്ല, മറ്റേ തൂവലൊക്കെ ഒഴിവാക്കിയിട്ട് തോലെടുക്കനെ വെക്കുക. ഒരു കുറച്ച് മറ്റേ തീ ഇട്ടിട്ട് ഇവിടെ ചെറിയ ചെറിയ രോമങ്ങൾ ഉണ്ടാവും. ഈ രോമങ്ങളൊക്കെ എന്താണ് കരിച്ചു കളയും. ഇതേപോലെ ഇനി ഇതില് ഇതിലുണ്ടല്ലേ ഈ തോല ഞാൻ നേരത്തെ പറഞ്ഞിട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റിയാണ് ഈ സാധനം. നല്ല ബലമുള്ള സാധനമാണ്. ഔഷധമാണ്, ഔഷധ ഗുണമുള്ള സാധനമാണത്. എന്താണ് ഇങ്ങനെ ഇറക്കണേ? ഇതെന്താ കർമൂസേ? കർമൂസ ഇറക്കണ പോലെ ഇറക്കല്ലേ? ഉള്ള കത്തിച്ചേണ്ട ആഴ്ച കർമൂസ എത്ര വെള്ളരിക്ക് എത്ര ചെരിച്ചടി എത്തി കോയിനെ. എന്തൊരു കട്ടിയല്ലേ നാടൻ കോഴി. ഇനി നമ്മളെന്താ വെക്കണം ആഴ്ച നാടൻ കോയിനെ കൊണ്ട്? മറ്റേ വെപ്പ എനിക്കിഷ്ടല്ല. ഒന്ന് നാടൻ കോഴി ചുട്ടാലോ? വേവൂല? അല്ല, ഓവനിലിട്ടിട്ട് പുയിങ്ങിട്ട് ചൂടാ. ഇതിന്റെ ഇടയിൽ മിസൈലൊന്നും വന്ന് പതിച്ചാ അറിയില്ല കേട്ടോ. അയ്യോ ആരുണ്ടാവില്ല. ക്ലിപ്പ് കഴിച്ചിട്ടേ വെട്ടി വെട്ടി തിന്നാലേ നുള്ളിയെ? നുള്ളി തിന്നാലേ നുള്ളിയെ?
അന്ന ഇതിന് പറ്റും, ഇതിന് പറ്റുമോ? എന്തേ ചായ വേണോ? വേണ്ട, ഞാനാ പുറത്തത്തെ കൊട്ടയത്ത് എടുത്തതാ. പൂവങ്കോഴിയുടെ പൂക്ക് കൊക്കരക്കോ അങ്ങനെ കൊക്കര. അപ്പൊ അതാണ് പൂവങ്കോഴി ഡിപ്പ് പോലെ ആക്കി തിന്നണ്ട. അതിന്റെ ശബ്ദ എന്താണ്? കൊക്കര ശബ്ദഗ്രന്ഥി. രംഗിരിയോ? എത്ര മാസാ? അനുവിന്റെ ഫ്ലക്സ് കേൾക്കാനായിട്ട് ഏതാ ഫ്ലക്സ്? നോട്ടപ്പച്ച ഏതാ ഫ്ലക്സ്? ഫ്ലക്സ് കാണിച്ചല്ല തന്നെ, ഏതോ ഇമ്പോർട്ടൻറ്റ് ഫ്ലക്സ് ആണെന്ന് തോന്നുന്നു. അതിന്റെ മുകളിൽ വിരിച്ചിട്ട് എന്തായാലും നിങ്ങൾ വിരിച്ചാൽ ഞാൻ കിടക്കും. ബെല്ല ഇപ്പൊ ഇവിടുത്തെ ആളയിക്കണം. ഇനി എങ്ങനെ ഇതിനെ കൂട്ടിക്കൊടുക? പോയി വന്നപ്പോ ബെല്ല രക്ഷപ്പെട്ട് നീ വിരിച്ച് കൂട്ടി കിട്ടല്ലേ? എന്താ സൗണ്ട് എല്ലാത്തിനും ഭയങ്കര സൗണ്ട്, ഇടിക്കു സൗണ്ട്, മോട്ടർ ഇടുമ്പോ എന്തോ വലുത് വരാനുണ്ട്. അന്തരീക്ഷത്തിന്റെ ബട്ടമാവ് മാറുന്നത് കണ്ടോ? സീരിയസ് ആയി പറയാ അവസ്ഥ. ഇതിപ്പോ ചിണ്ടാട്ടോ. സിദ്ദീഖ് ഹസൻ ഹെഡ് മസാജ് ഹെഡ് മാസ്റ്റർ ഉണ്ണിക്കുട്ടൻ തായ്ലൻഡ് ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാവും. സിമോക്കിയ തായ്ലാൻഡ് ഹെഡ് മസാജ്. മണിക്കുട്ടൻ ഇവിടെ പൈസ ഉണ്ടാവും. പൈസ 300 രൂപ മാത്രം. തായ്ലൻഡ് അവിടെ വീണോ? കൊല്ലണ്ടേ എന്താ പോയത്? മരമുട്ടി പോയിട്ട് ആച്ചമാത്തന്റെ മരമുട്ടി നഷ്ടപ്പെട്ടു. അച്ചമ്മാത്തന്റെ മരമുട്ടി കാലശേഷം ചെയ്തു. സംസു കാക്ക ഉണ്ടാക്കി കൊടുത്തു മുട്ടി, എന്തിനും പറ്റുന്നൊരു മുട്ടി. മുട്ടി തട്ടി പൊട്ടി മുട്ട, ഇപ്പോ വെട്ടിട്ട കോയിന്റെ മുട്ട. മുട്ടില്ലെങ്കിൽ ഇതിമ വെച്ച് വെട്ടിക്കോളി. ഇത് നല്ല സാധനല്ലേ, പെടാ സാധനം. പെടക്കും സ്റ്റാൻഡ് പോലെ വെച്ചാണ് വട്ട. ഇതിപ്പത്തെ കുട്ടികളൊന്നും കാണാത്തോണ്ട് കണ്ടോട്ടോ. ഇതാണ് ചെരവ. എത്ര മുന്നിൽ വന്നു നമ്മള്? ഇതിന് മലപ്പുറത്തിൽ എന്താ പറയാ? ചെരവ. ചെരവേ ചെരവേ ഇത് മതിയോ? അവസാനം നമ്മളെ ഐഡിയ വേണ്ടി വന്നിട്ടോ. ചെരവ് വേണ്ടി വന്നു. ആഴ്ച അധികം തരേണ്ട. വെച്ചെടുത്ത് കാണൂല. ഇതൊക്കെ പണ്ട് പോലെയുള്ള ഡയലോഗ് എനിക്ക് കാണാൻ പാടാണ്. ഒരു സാധനം വെച്ചാൽ വെച്ചെടുത്ത് കാണൂല. ബ്ലഡ് തൊട്ട് പോയി ഞാൻ തൊടാറില്ല. ബ്ലഡോ? ബ്ലഡോ? ഹല്ലേലൂയ സ്തോത്രം. ഫോർക്ക് മതിയോ? കത്തി എവിടെ? കത്തിഞ്ഞില്ല. അവിടെ അല്ല. ആഴ്ചമാതാ ഇത് മറ്റേ കത്തി. ഇത് ഫ്രൂട്ട്സ് കിട്ടുന്ന കത്തി. ഇതൊക്കെ എടുത്ത് കോയിനെ വെട്ടി. വെരി സാഡ് ആൻഡ് ബാഡ്. കത്തി എവിടെ? കിട്ടി മരമുട്ടി. അവസാനം കിട്ടി ആഴ്ചമാത്താന്റെ മുട്ടി. മുട്ട പൊട്ടി തട്ടി മുട്ടി. അങ്ങനെ മുട്ടി ആഴ്ചമാത്താക്ക് കിട്ടി. കത്തി
ഇപ്പൊ കൂട്ടി വെട്ടല്ലേട്ടോ പൂച്ചനെ. ഡിസ്ക് പൂച്ചേ അതിന്റെ അവിടെ തല സൈസ് ആക്കി വെച്ചു കൊടുക്കണ്ട. ആട് വെച്ചു കൊടുത്ത മാതിരി ആവൂല. പൂച്ചേ ഐ പൂച്ചയുടെ മാംസം കഴിക്കണേ അതിനൊരു പുടിക്കയിനെ. അഫീഫെ കൊണ്ടോയിനെ കൂടൊക്കെ സുന്ദരിയാക്കിക്കണല്ലോ. ഞാൻ എന്തിനാ ആലോചിച്ചിക്കണേ? അഫീഫെ അത് മാംസം ഭക്ഷിക്കാൻ പോണ്ട്. അടുക്കളയിൽ ഉള്ളിലെ പണ്ടോ? ഉള്ളിലെ പണ്ടെന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ കൊടൽമാലനെ ഈ നമ്മൾ ഈ കൊക്കോയിന്റെ കക്കില്ല അത് എന്നാ പാട്ടുകാരനാവെന്ന് പറയണേക്കാ. പാട്ടെന്നാവോ? അതായത് അത് കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് നല്ല രീതിയിൽ പാടാൻ പറ്റുന്നാണ് പറഞ്ഞത്. കയ്പ് കയ്പ് മുണങ്ങണം. അത് കണ്ണിന് കഴിച്ചക്കാലേ. കയ്പ് മുണങ്ങണം എന്തിനാ? ഒച്ചുണ്ടാകാനും കയ്പ് കയ്പ് ഇങ്ങനെ ആൾക്കാർ എത്ര ഇപ്പന്റെ തൊണ്ടൊക്കെ അൽഹംദുലില്ലാ പ്രശ്നങ്ങളൊന്നുമില്ല. നീ കയ്പ് മുണങ്ങിയാണ്ട് ഒരു കഴിച്ച സൗണ്ട് വരും. അപ്പൊ കയ്പ് മുണങ്ങിയാൽ സൗണ്ട് തന്നോന്നുള്ള കമന്റിൽ പറയട്ടോ. എല്ലാരും പറയാ കയ്പോ. ആഴ്ച മാത്രം 2 മുന്തിരി കുട്ടികൾ കുടിച്ചാണ്. 2 മുന്തിരി മേലെ കൊണ്ടിട്ട് കയ്പണ് മുണങ്ങിക്കാണ്. ആ സൗണ്ട് ഒരു ശ്രേയാ ഘോഷാലിന്റെ വോയിസ് ഒക്കെ വരട്ടെ. പാട്ടുകാരനല്ലോ. ना कुछ बोला ना कुछ तोला मुस्कुरा के थिया जो थिया तू ही धूप तू ही छाया आरो बरचदाने और कुछ ना जानू बस इतना है जानू. വള മേടിച്ചരും. വള വേണമെങ്കിൽ വള മേടിക്കും ഞാനൊരു വളക്കാരൻ. പണ്ട് നാടോടി നിർത്തുന്ന പാട്ടുകളൊക്കെ അങ്ങനെയാവും. കുപ്പി വള കിലുക്കി നാടോടിയെത്തി നാടിൻ ചിന്തകൾ താളങ്ങൾ കൊട്ടുന്നു. അങ്ങകലെ കാട്ടിൽ എന്നിട്ട് കഥ മാറും. ഒരു വല്ലാത്ത പാട്ടാട്ടെ, ടെൻഷൻ പാട്ടാണ്. ഒക്കെ അതൊന്നും ഫയൽ കിട്ടൂല യൂട്യൂബിലൊന്നും. അങ്ങനത്തെ പാട്ടാണത്. എന്തിന്? ഓ ദീകൊന്ന് പിടിച്ചാന്നോ? ഇപ്പൊ ഇവിടെ എല്ലാരും ഇങ്ങോട്ട് പിടി ഫ്രെയിം ഇങ്ങോട്ട് ആക്കുന്ന പറഞ്ഞത്. ഇപ്പൊ ഇവിടെ എല്ലാരും ബ്ലോഗർ മൂടി കയറിക്കണ്ട. എല്ലാവർക്കും അവരവരുടേതായ സ്ക്രീൻ സ്പേസ് കൊടുക്കണം എന്നാണ് പറയണത് ഇപ്പൊ. ആ അതൊക്കെ അത്ര ഉള്ളൂ. വള 2 മാറ്റിയിടും പെരുന്നാക്ക്. പൊള്ളിക്കും. പെരുന്നാക്ക് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഈ പെരുന്നാളും എനിക്ക് കിട്ടൂല. അങ്ങനെ സുഹൃത്തുക്കളെ ആ വ്യസന സമയത്ത് സത്യം ഞാൻ നിങ്ങളെ പറയുകയാണ്. ഈ പെരുന്നാക്കും ഇൻഷാ അല്ലാഹ് നാട്ടിൽ കൂടാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവില്ല. ആ വെച്ചെടുത്തോളി. ഇൻഷാ അല്ലാഹ്. ഇതാണ് ഞാൻ പറഞ്ഞ സംഗതി. ഞാൻ ഖത്തർ പോകും ചിലപ്പോ. പിന്നെ ഇതാണ് ലെഗ് പീസ്. ചിക്കൻ ലെഗ് പീസ് ഫുൾ പീസ്. ഫുൾ ലെഗ്. എനിക്ക് ഈ ചിക്കന് ഫിഷ് ഇതൊക്കെ നന്നാക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഹരാണ്. എൻ്റെ പെണ്ണുങ്ങളും ഞാൻ തമ്മിലൊരു ഗാഢ ബന്ധമുണ്ടാകാനുള്ള ഒരു കാരണം അതാണ്. മീൻ നന്നാക്കിയിട്ടും ചിക്കൻ നന്നാക്കിയിട്ടും ഇതിൻ്റെ ഒരു വീക്ക്നെസ് ആണ്. എന്ന് വെച്ചാൽ എന്ത് സാധനം ഉണ്ടെങ്കിലും എന്താണ് അത് നന്നാക്കുക എന്നുള്ളത്. ഇപ്പം ചക്കയാണെങ്കിൽ അത് ചുളയിരിഞ്ഞുണ്ടാക്കുക. അതേപോലെ തന്നെ മറ്റുള്ള എന്ത് പച്ചക്കറി ആണെങ്കിലൊക്കെ നമ്മൾ തന്നെ അരിഞ്ഞുണ്ടാക്കുക. അത് ഭയങ്കര ഒരു വല്ലാത്തൊരിതാണ്. അത് അടുക്കളയിൽ സ്ത്രീകൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യേണ്ട കാര്യമാണ്. ഇനി വേറെ പ്രവാചക വചനമൊന്നുമല്ല. ഈ അറുക്കണ ആൾക്ക് ഇതേപോലത്തെ ഒരു സാധനം കൊടുക്കണതായിരുന്നു പണ്ടൊക്കെ പറഞ്ഞത്. ചില ആൾക്കാർ ഒരു ലെഗ് പീസ് പറഞ്ഞില്ലേ. പൂച്ച അങ്ങോട്ട് കേറി പോകോളം എന്റെ ഡാൻസ് കളിച്ചു. എന്താ പൂച്ച തീറ്റ? നിങ്ങക്കണ്ടോ പൂച്ചന്റെ അല്ലേ? ഉറപ്പല്ലേ? അല്ല പൂച്ചക്ക് ഇങ്ങനെ തീറ്റുണ്ട് ഒരു വള്ളിത്തീറ്റ.
എന്താണ് എന്തത് ഏതൊന്നും ആയിട്ടില്ലേ ഇത് കള്ള പറഞ്ഞിരുന്നായോ ഇതിൽ പാത്രം തെരിയിച്ചിട്ടാണ് പെണ്ണെ എൻ പെണ്ണെ നീ ഉള്ളി ഒന്ന് ചതക്കണ്ണെ പെണ്ണെ പെണ്ണെ എന്നെ ജീവക്കനിയെ ആയിത്ത പാട്ടാ പാത്രം തെരി ക്രിസ്റ്റഫർ ബ്രദേഴ്സാ ഓ പെണ്ണെ എൻ പെണ്ണെ എൻ നെഞ്ചിൽ സ്നേഹനിലാവുണ്ടോ പെണ്ണെ പെണ്ണെ ആയിത്താ ആ ആയിത്താ അപ്പൊ എന്തായാലും അറവും എങ്ങനെ ഇതൊക്കെ തിന്നണത്. ഹലോ ഗൈസ്, അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ വെപ്പ് വ്ളോഗിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡ് ഒരു 8-9 മണിക്ക് അയക്കണ്. പക്ഷേ ഞങ്ങളിന്ന് ടർഫ് ഇട്ടിരുന്നു. ടർഫ് ഇട്ടപ്പോൾ ഞങ്ങളെല്ലാവരും ക്രിക്കറ്റ് കളിക്കാൻ പോയി. 1 മണിക്കാണ് തിരിച്ചെത്തിയത്. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോണത് 1:15 കണ്ടോളി. ഇതാണ് സമയം കേട്ടോ. നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുന്ന ടൈമാണ് 1:15. ഈ നേരത്തെ കഴിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നാടൻ കോഴി ആയതുകൊണ്ട് വേറെ ഓപ്ഷനില്ല. അപ്പോൾ സൽമാൻ വന്ന് അപ്പോൾ ഫസ്റ്റ് ബാത്റൂം കയറിയ സൽമാനാണ്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ബാത്റൂമിൽ ഞാൻ നിയാൽ ജിംഷാക്ക് കുളിച്ചിറങ്ങി. സൽമാൻ വരെ കുളിച്ചിറങ്ങിയിട്ടില്ല. അപ്പോൾ സൽമാൻ കുറച്ച് കഴിഞ്ഞിട്ട് പേരുണ്ടാവും. നമ്മൾ നാടൻ കോഴി സാധനം അൺബോക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് സൽമാനോ സൽമാൻ ഫോം ബിസി ആക്കിട്ടോ. അപ്പോൾ നെയ്ച്ചോറിൻ്റെ അടിയിൽ മെച്ചൂർ ലെറ്റർ വെച്ചിട്ടുണ്ടോ, പ്രിയ മക്കളെ, നെയ്ച്ചോറും നാടൻ കോഴിക്കറിയും ഇവിടെ ഉണ്ട്. നാടനായതുകൊണ്ട് കൂടുതലും എല്ലാണ് ഉണ്ടാവുക. മൊബൈൽ നോക്കി തിന്നാൽ വായ മുറിവാകും. ശ്രദ്ധിച്ച് കഴിക്കുക. വേസ്റ്റ് പ്ലേറ്റിലിടുക, വേസ്റ്റ് ബാസ്ക്കറ്റിലിടരുത്. കഴിച്ച ശേഷം ബാക്കി അടച്ചു വെക്കുക. മുകളിലേക്ക് പോയ വാട്ടർ ബോട്ടിൽ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്തോ എഴുതിയിട്ടുണ്ടാവും. രാത്രി കൊണ്ട് തിന്ന് തീർക്കരുതെന്ന് എന്തോ എഴുതിയിട്ടുണ്ടോ. നാളെ ഉച്ചഭക്ഷണത്തിന് ആരൊക്കെ ഉണ്ടാവും ഒന്ന് മെസ്സേജ് ഇടണേ. ഒന്ന് സ്തുതിച്ചാലോ. അപ്പോൾ ഉമ്മച്ചി ഒരു ലെറ്റർ എഴുതിയിട്ടാണ് പോയിട്ടുള്ളൂ. അപ്പോൾ ജിമ്മി ഇരിക്കും നാടൻ കോഴിക്കറി. ഇനി ഞാനൊന്ന് ക്യാമറ പിടിച്ചാൽ ഓ ടെർഫ് കളിച്ചാണ്ടേ ഊര മൊത്തം പോയി. ടെർഫിൻ്റെ സീന് വൻ സീനാട്ടോ. അപ്പോൾ ടെർഫ് പോയാൽ ഊരവേദന ഉണ്ടാവില്ലല്ലോ പറയട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് അല്ലേ ഊരവേദന ടെർഫ് പോകുമ്പോഴല്ലേ വരല്. ഞങ്ങൾ സാധാ പോലെ നടക്കണം എന്നൊന്നും പ്രശ്നമില്ല. പക്ഷെ ഒരു ദിവസം ടെർഫ് കളിച്ച് കഴിഞ്ഞാൽ ഊരക്ക് സീൻ വരലുണ്ട് കേട്ടോ. നമുക്ക് ഉറങ്ങാനും ഇതിനൊന്നും വയ്ക്കില്ല. ആകെ ഒരുമാതിരി 2 ദിവസം കൊണ്ട് ശരിയാവും. പക്ഷെ എന്നാലും അപ്പം എനിക്ക് തോന്നുന്നു സോക്കാപ്സർ കിട്ടായിട്ടാണ് തോന്നുന്നു ഭൂമിയിൽ. ജിമ്മി ആയതിനെ പപ്പടം എടുത്തിട്ടോ മുത്ത എനിക്ക് തന്നു. അത് ജിമ്മിൻ്റെ പവർ. അത് ഇത് കട്ട നെയ്ച്ചോറ് കേട്ടോ ജിമ്മി. അല്ല നെയ്ച്ചോറ് കട്ടയാണ്. ഇതേ സ്മെല്ലുണ്ടോ? അല്ല ഇതെന്താ പറയുക, കോട്ടർമല ഓടണതിൻ്റെ മുന്നേ തിന്നോളി. ഇല്ല ആ കോട്ടർമനി കൂടി തിന്നിട്ട് സൽമാനെ ഒന്നും മതി ഒന്നും മതി. ഇയാളിന് വെച്ചാ 2 അതാ പറഞ്ഞ ഇവിടെ അധികം സ്റ്റൈലാക്കാൻ പറ്റൂല. അപ്പം ഇതാണ് നമ്മളെ നാടൻ കോഴിക്കറി കേട്ടോ. നമ്മളെ കോഴികൾ ഇങ്ങനെ ആയി. അപ്പം ഇന്ന് വൈകുന്നേരം വരെ നമ്മളെപ്പോലെ ആൾക്കാരാണ്. അതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ കേട്ടോ. വൈകുന്നേരം വരെ നമ്മളെപ്പോലെ രാത്രി നമ്മളെപ്പോൾ ഉണ്ടാവുന്നു. രാത്രി നാടൻ കോഴിൻ്റെ കാലും എല്ല് മാത്രം അത്ര ഉണ്ടാവുള്ളൂ. നാടൻ കോഴിൻ്റെ ലെഗ് പീസ്. ലെഗ് പീസ് ആണോ ഇമ്മേ? അല്ല അതിലുള്ള നല്ല പീസ്. ഇതിമേലെ ഇറച്ചിയുള്ളൂ. എവിടെ എന്തോടെ തോറ്റിലുള്ള കുറുമ്പിനോട് കാട്ടിട്ട് കാര്യമില്ല. കുറുമ്പൻ വന്നിട്ടുണ്ടോ?
പെരുന്തമണ്ണ ടി ആൻറ്റീന്റെ മുന്നിൽ ഒരു താത്തേക്കുണ്ടോ? ആ താത്തന്നെ നോക്കിയിട്ടാണ്. ജിമ്മി എങ്ങനെയുണ്ട് പറയും? നാടൻ കുളമ്പ് സത്ത് അടിപൊളിയാണ്, സൂപ്പറാണ്. സൂപ്പർ സൂപ്പറാ. എന്ത് സൂപ്പർ. ഇതും കൂടി ഇട്ടിട്ടില്ല. എന്നിട്ട് അവിടെ ഇത് പൊന്തിച്ചേക്ക്. ആ അല്ലടാ, ഇതിന്റെ പൊടി നീട്ട് തേക്കുന്ന നോക്കിയ ഇവിടെ വെച്ചല്ലടാ. ഞാനിരിക്ക്. അല്ല ഇജ്ജ് ഇവിടെ ഇരിക്ക്. ഇജ്ജും കൂടി തിന്ന ടേസ്റ്റ് ടെസ്റ്റ് എടുത്താ കഴിഞ്ഞ്. അതാ വെച്ച് എടാ ഇജ്ജ് ഇവിടെ ഇരിക്ക്. ഓൻ എടുത്തോളും. ഓണാക്കിക്കണോ? ബ്രോയിലർ കോഴി ഞാൻ എന്നിട്ടാ ഇതിട് ചോറിട്. കുറച്ച് ഇറച്ചി കേട്ടോ. ഇറച്ചി ഉണ്ടാവില്ല ടൈമേ. നാടൻ കോഴി ഒരു മുടാ. പഴമ. ഓ തൊണ്ടി കുടുങ്ങി. ഫസ്റ്റ് തൊണ്ടി കുടുങ്ങി. കണ്ണറട്ട് എല്ലാവരും നോക്കി വെള്ളാർക്കല്ലേ. അത് ശരി. കണ്ണറട്ടുണ്ടേ. പത്രകിച്ചോ? സുഹൃത്തെ, താങ്കൾ എല്ല് മാത്രമാണല്ലോ എനിക്ക് കിട്ടുന്നത്. ആ മുത്തത് നോക്കാം. ഇതിലൊന്നും ഇല്ലാത്ത പൈസ അടിച്ചിട്ടില്ല. തോല ടേസ്റ്റ് അല്ലേ? നാടൻ കോഴി മൂടാൻ കേട്ടോ. ഞാൻ പറഞ്ഞ നാടൻ കോഴി ഫുള്ള്. ഓ നാടൻ കോഴി, നാടാട്, നാട് പോത്ത്. ഞാൻ പശുവിനെ എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാ. അപ്പം നമ്മളെ ഈ ഒരു എളിയ നാടൻ കോഴി വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മെയ് 1 മാസ്മരിക വ്ളോഗിൽ എല്ലാവർക്കും കാണാം. എല്ലാവരും അതുവരെ വെയിറ്റ് ചെയ്യുക. മെയ് 1 എന്താണ് വരാൻ പോണെന്നുള്ളത് കാത്തിരുന്ന് കാണുക. ഇവിടെ പിന്നെ ഡേറ്റ് ഒന്നും ഇടണ്ട. പുലു എന്നുള്ള പേര് പോയി. ഇനി മടിവാളനിയാ. പോലും എന്നുള്ള പേര് അന്വർത്ഥമാക്കി മടിവാള. അപ്പം എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാറിൻ്റെ പണിയെടുത്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ലവ് യു ഓൾ. ബൈ 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 ബൈ. നാടൻ കോഴി കിട്ടുകയാണെങ്കിലൊക്കെ വാങ്ങി തിന്നാ കേട്ടോ. ഓണാക്കിയില്ല.